അള്ള പോലും അള്ളാഹുവിന്റെ വചനത്തിന് വെക്കാത്ത എന്താണ് ഷർത്തുകൾ, കണ്ടീഷനുകളാണ് നമ്മൾ സാധാരണ ഓലത് തൊടാൻ പാടുണ്ടോ എന്നുള്ളത്. അതല്ലെങ്കിൽ നമുക്ക് തന്നെയോ എന്താണ് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഖുർആൻ പാരായണം ചെയ്യാൻ പാടിയ ഒരു അപകർഷതാ ബോധം, അവരെന്ത് വിചാരിക്കും? ഇത് അവർക്ക് കൂടിയുള്ള സാധനല്ലേ. പക്ഷെ അങ്ങനെയല്ല നമ്മൾ അതിനെ സമീപിക്കും. എന്ന് മാത്രമല്ല, ഇതിന്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അത് സവിശേഷമാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു അമുസ്ലിമായ ഒരാൾ അല്ലെങ്കിൽ എന്താണ് ഇസ്ലാം അല്ലാത്തൊരു മനുഷ്യൻ അയാൾ ഖുർആൻ ഓതുന്നു നോക്കാം. ഇപ്പൊ നിസ്കാരത്തിന് നോമ്പിനൊക്കെ കുറിച്ച് പറയുന്ന ആയത്തുകളുണ്ട്. അത് അയാൾക്ക് മനസ്സിലാക്കണമെന്നില്ല. കാരണം എന്താണ്? അത് അദ്ദേഹത്തെ ബാധിക്കാത്ത വിഷയമാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അറിയാത്ത സാധനമാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിൽ അതുമായി ബന്ധപ്പെട്ട സംഗതികൾ വളരെ കുറവാണ്. അതായത് കർമ്മശാസ്ത്ര ഫിഖ്ഹിനെ കുറിച്ച്, നമ്മളെ ദീന് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമുക്ക് ഫിഖ്ഹാണ്. പക്ഷെ ഫിഖ്ഹിനെ കുറിച്ച് പറയുന്ന ആയത്തുകൾ ആകെ 150 അടുത്ത ആയത്തുകളുള്ളൂ പക്ക ഫിഖ്ഹ് പറയണത്. എത്ര ആയത്തുകളുണ്ട് ഖുർആനിൽ? 6000-ഓളം ആയത്തുകൾ ഉണ്ടായിട്ട് ആകെ 150-ഓളം ആയത്തുകൾ ഫിഖ്ഹിനെ കുറിച്ച് പറയണം. എന്നിട്ട് നമ്മക്ക് ദീൻ എന്താ? നമ്മളെ ദീന് ഫിഖ്ഹാണ്. അപ്പൊ ഈ സാധാരണക്കാരനായ മനുഷ്യന് അയാൾക്ക് എന്തുണ്ട്? ഹിസ്റ്ററി പറയുന്നുണ്ട്, കഥകൾ പറയുന്നുണ്ട്, പിന്നെ സയൻസ് പറയുന്നുണ്ട്, പലതരം സയൻസുകൾ പറയുന്നുണ്ട്, നിയമവശങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അയാൾക്കൊക്കെ ബാധിക്കുന്ന ഒരുപാട് സാധനം ഖുർആനിലുണ്ട്. അവരൊക്കെ അത് അല്ലാണ്ട് ഇതിലെ ഫിഖ് വായിച്ചിട്ടല്ലോ ഇവർ ഇസ്ലാം സ്വീകരിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുക. അപ്പോ ഇതിനെ ശരിക്കും നമ്മൾ ഒരു ജനകീയമാക്കണം. ഖുർആനിന്റെ ഇൽമിനെ ജനകീയമാക്കുക എന്ന് പറഞ്ഞിട്ട് ശരിക്ക് ഇപ്പൊ ഖുർആന് ഇതിന്റെ ഒരു കണ്ടന്റ് ഇപ്പൊ ലോകത്ത് കുറച്ച് സയൻസ് ഒക്കെ അറിയുന്ന ഏതെങ്കിലും ടെക്നോളജി ഒക്കെ അറിയുന്ന ഒരു ടീമിന്റെ കയ്യിലാണെങ്കിൽ ഇന്ന് ലോകത്ത് ഭയങ്കര ഒരു വൈജ്ഞാനിക വിസ്ഫോടനം നടന്നിരുന്നു. പക്ഷെ നമ്മളെ കൗമ്, അതായത് ഖുർആനിൽ വിശ്വസിച്ച ആൾക്കാർ ഖുർആനിനെ ഈ നേരത്തെ പറഞ്ഞ ഇപ്പൊ നമ്മൾ 2 മുസ്ലിങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയാൽ എന്താ ചർച്ച ചെയ്യാം? കർമ്മശാസ്ത്ര ചർച്ച ചെയ്യാം അല്ലെ? നിസ്കാരത്തിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്. അതാണ് നമ്മളുടെ ഏറ്റവും മാക്സിമം ലെവൽ ദീൻ എന്ന് പറയുന്നത്. അതിനെ കുറിച്ചുള്ള ആയത്തുകളെ ഞാൻ നേരത്തെ പറഞ്ഞ എത്ര ഉണ്ട് പറഞ്ഞത്? ബാക്കിയുള്ളതൊക്കെ അത് ആരും ചർച്ച ചെയ്യേണ്ടതാ. അപ്പൊ നമ്മൾ ഈ ഉമ്മത്ത് എന്നുള്ള നിലക്ക് നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നതിന്റെ ഒരു ചെറിയ ഭാഗം മറ്റു സാധനങ്ങൾ ചർച്ച ചെയ്തിരുന്നെങ്കിൽ ലോകം എവിടെയോ എത്തിയിരുന്നു.